ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന മുട്ടിക്കുളങ്ങര ജംഗ്ഷനാണ്. ഒലവക്കോട് ജംഗ്ഷൻ ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് മുട്ടിക്കുളങ്ങര ജംഗ്ഷൻ വരുന്നത്. എല്ലാ സൗകര്യങ്ങളുള്ള ജംഗ്ഷനാണ്. സ്കൂളായാലും ഹോട്ടലുകളായാലും ഹോസ്പിറ്റലായാലും അതുപോലെ തന്നെ പോലീസ് ക്യാമ്പ്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ജംഗ്ഷൻ തന്നെയാണ്. ആ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറിയിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത്. കയറുമ്പോൾ തന്നെ കണ്ടില്ല, നല്ല വിശാലമായിട്ടുള്ള ഫ്രണ്ടേജ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു 4 മീറ്റർ വഴി പോകുന്നുണ്ട് കേട്ടോ. ആ വഴി അപ്പുറത്തൊരു 5 സെന്റ് സ്ഥലമുണ്ട്. അത് നമുക്ക് എടുക്കുകയാണെങ്കിൽ ഈ വഴിയും 5 സെന്റും കൂടി നമുക്ക് ഇതിലൂടെ ആഡ് ചെയ്യാൻ പറ്റും. ടോട്ടൽ ഇപ്പം ഇതിനകത്തുള്ളത് 15 സെന്റ് സ്ഥലമാണ്. 15 സെന്റ് സ്ഥലവും 3347 സ്ക്വയർ ഫീറ്റ് വീടുമാണുള്ളത്. എല്ലാവരോടും റിക്വസ്റ്റ് ഉള്ളത്, ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ, മുഴുവനായിട്ട് കാണാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കോൾ ചെയ്യുക. ഏത് വീഡിയോ ആണെങ്കിലും നമുക്ക് ഫുള്ളായി കണ്ടാൽ മാത്രമേ നമുക്കത് എങ്ങനെയുണ്ടെന്നുള്ളൊരു വിധം മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഈ വീഡിയോ അത്യാവശ്യം ലെങ്തിയാണ്, കാരണം ഇത് ഒരു വീടിൻ്റെ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല. ഇതിൽ 3 വീട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ കെട്ടിയിരിക്കുന്നത്. ഫ്രണ്ട് കണ്ടില്ല, അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഭാഗത്തും 2 കാർ നിർത്താം, ഇങ്ങോട്ടേക്കും 2-3 കാറൊക്കെ നിർത്താനുള്ള സ്പേസ് ഉണ്ട് ഇതിനകത്ത്. കയറുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്കൊരു ചെറിയൊരു ബാൽക്കണി പോലെ സൈഡിൽ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ വീടിൻ്റെ ഏറ്റവും അട്രാക്ഷൻ. ഇവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ വയലിൻ്റെ നല്ല വ്യൂ ആണ്, മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. അത് നേരിട്ട് കാണും. രാവിലെയോ ഈവനിങ്ങോ വരുന്ന സമയത്ത്, ഒന്നല്ലെങ്കിൽ രാവിലെ നേരത്തെ, അതുപോലത്തെ ഈവനിങ് ടൈമിലൊക്കെ കണ്ടല്ലേ, മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. അതുപോലെ തന്നെ ഇവിടെ വർഷത്തിൽ 3 തവണ നെൽകൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ എനി ടൈം ഇതേപോലുള്ള ഒരു വ്യൂ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ വെള്ളത്തിൻ്റെ സോഴ്സ് കിണറാണ്, ഓപ്പൺ വെല്ലാണ് ഉള്ളത്. നല്ല വെള്ളം കിട്ടുന്നുണ്ട് കേട്ടോ. വെള്ളത്തിന് ഒരു തരത്തിലുള്ള പ്രശ്നമില്ലാത്ത ഒരു ഏരിയ ആണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്. ഇപ്പോൾ ഇൻ്റർലോക്ക് ചെയ്യാനായിട്ടുണ്ട്. അതുപോലെ തന്നെ താഴത്തൊരു വീടിനകത്ത് ടൈൽസിനൊക്കെ അപ്പോക്സ് ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് വർക്കുകൾ പെൻഡിങ് ഉണ്ട് കേട്ടോ. നമ്മൾ സിറ്റ് ഔട്ട് ഏരിയയിൽ നിന്ന് നല്ലൊരു സ്റ്റീലിൻ്റെ ഡോറാണ്. അത് ഓപ്പൺ ചെയ്ത് തരുമ്പോൾ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ഏരിയ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല വലുപ്പമുള്ള നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ഏരിയ കിട്ടുന്നുണ്ട്. ഇതിനകത്ത് ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ 10 അടിക്കല്ല ഹൈറ്റ്. സാധാരണ 10 അടി ഹൈറ്റാണ് കൊടുക്കുക, പക്ഷേ ഇവിടെ 13 അടി ഹൈറ്റിലാണ് സീലിംഗ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല റൂമിന് കുറച്ചും കൂടി സ്പേസും തോന്നുന്നുണ്ട്, ചൂടും നമുക്ക് അത്ര അറിയത്തില്ല. ഇവിടെ നമ്മൾ നേരെ കയറുന്ന അടുത്തൊരു ബെഡ്റൂമിലേക്കാണ്. ഏകദേശം എല്ലാ ബെഡ്റൂമും 13 അടി ഹൈറ്റിലാണ് കേട്ടോ. 10 അടിക്ക് ഇവിടെ റൂമുകളെല്ലാം എല്ലാം 13 അടി ഹൈറ്റിലാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല സ്പേസ് തോന്നുന്നുണ്ട് റൂമൊക്കെ. ഇവിടെ നിന്ന് കയറുമ്പോൾ നമുക്ക് ഇത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഫസ്റ്റ് നമ്മൾ കണ്ടു, അറ്റാച്ച് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഇതിനകത്ത് എല്ലാം കൊടുത്തിരിക്കുന്നത് ജോൺസന്റെ ക്ലോസറ്റ്സും അതുപോലെ കാര്യങ്ങളും, പിന്നെ ഇതിൽ നമുക്ക് ഗീസറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. കണ്ടോ, ജോൺസന്റെ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതും ജോൺസന്റെ ആണ്. എല്ലാം ഇതിനകത്ത് എത്ര ബാത്റൂം ഇതുണ്ടോ അതെല്ലാം തന്നെ ജോൺസന്റെ ആണ് ഇതെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഗീസർ ഉപയോഗിച്ചിട്ടുണ്ട്, ക്രോംപ്ടന്റെ ആണ്. അതെല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. എല്ലാ റൂമിലും കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സ് വെക്കാനുള്ള കാര്യത്തിനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കോമൺ ആയിട്ടൊരു വാഷ്റൂം ഉണ്ട് കേട്ടോ. അതുപോലെ 3 ഫേസ് കറണ്ട് ആണ് ഇതിനകത്ത് എല്ലാം ഉള്ളത്. 3 ഫേസിൻ്റെ ആണ്, കണ്ടില്ലേ, 3 ഫേസിൻ്റെ ആണ്. അതും ബ്രാൻഡായിട്ടുള്ള കങ്കാരൂടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള വാഷ്റൂം. എല്ലാം അത്യാവശ്യം സ്പേസ് ഉള്ള റൂമുകൾ തന്നെയാണ്. വാഷ്റൂം ആയാലും അതുപോലെ തന്നെ ബെഡ്റൂമുകളായാലും എല്ലാം. ഇവിടെ നമുക്ക് അയൺ ചെയ്യാനായിട്ടുള്ള ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അടുത്തൊരു ബെഡ്റൂം വരുന്നുണ്ട്. വിശാലമായിട്ടുള്ള റൂമുകളാണ് എല്ലാം, നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഈ വീട് പ്രത്യേകിച്ച് പറയാനുള്ളത്, പില്ലറിലാണ് കെട്ടിയിരിക്കുന്നത്. നോർമൽ ഫൗണ്ടേഷൻ ഇട്ടിട്ടല്ല, പില്ലർ വെച്ച് കെട്ടിയിട്ടാണ് ബുക്കിംഗ് ഉള്ളത്. ഈ റൂമിൽ നിന്നുള്ള ജനൽ എന്നുള്ള വ്യൂ, എല്ലാ ബെഡ്റൂമിൽ നിന്നും നമുക്ക് ഈ വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി ജനൽ നല്ല ഫുൾ വലുപ്പത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി നല്ല വ്യൂ ആയിരിക്കും. അത് ചെറിയൊരു ജനലേ ഉള്ളൂ എന്ന് പറയാം. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു വാഷ്റൂം തന്നെയാണ് കേട്ടോ. എല്ലാ റൂമിലും ഗീസറും ഉണ്ട് കേട്ടോ, എല്ലാത്തിനകത്തും. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആവും. കംപ്ലീറ്റ് ഏരിയ നമ്മൾ വളരെ ഇതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു വീട് അല്ല, ഇതിനകത്ത് 3 വീടായിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് സഹകരിക്കുക. ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ട് അതിനുശേഷം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും കേട്ടോ. ഇവിടെ നമുക്ക് അടുത്തൊരു ബെഡ്റൂം വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ താഴെ ഈ ഒരു നിലയിൽ വന്നിട്ട് 4 ബെഡ്റൂമാണുള്ളത്. ഇതും അറ്റാച്ച്ഡ് ആണ്. ഇവിടെ നിന്ന് നമുക്ക് ആ വ്യൂ ഉണ്ട് കേട്ടോ, പാടത്തിൻ്റെ വ്യൂ. ഇവിടെ നിന്ന് നോക്കിയാൽ പാടത്തിൻ്റെ വ്യൂ ഉണ്ട്. ഇതും അറ്റാച്ച്ഡ് ആയിട്ടുള്ള വാഷ്റൂമാണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്. എല്ലാം അത്യാവശ്യം സ്പേസ് ഉള്ള റൂമുകളാണ്. അതുപോലെ വാഷ്റൂം ആയാലും എല്ലാത്തിലും ജോൺസന്റെ ഐറ്റംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്രാൻഡിലായിട്ട് ഐറ്റംസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ റൂമിനകത്തും കബോർഡും കാര്യങ്ങളും സെറ്റഡുമാണ്. അപ്പോൾ നമുക്കിത് 3 ബെഡ്റൂം കണ്ടു.
ഇവിടെ നല്ല വിശാലമായിട്ടുള്ള ആ ലിവിങ് ഏരിയ സ്പേസ് തന്നെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഒരു പ്രയർ റൂമായിട്ട് കൂടെ യൂസ് ചെയ്യുന്ന രീതിയിൽ നല്ല വലുപ്പത്തിലുള്ള ഒരു ഹാള് തന്നെയാണ് കേട്ടോ. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം 6 ചെയറൊക്കെ ഇട്ട് 8 ചെയർ വരെ ഇടാനുള്ള സ്പേസിലുള്ള ഡൈനിങ് ടേബിളാണ് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ വാഷ് ബേസിൻ ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ തന്നെ. ഇവിടെയും മേലെ ഗ്രോസറിയൊക്കെ വെക്കാനുള്ള ഒരു കബോർഡും കാര്യങ്ങളും, ഇതിനകത്ത് വാഷ് ബേസിന് താഴെ നമുക്ക് കബോർഡും കാര്യങ്ങളും കൊടുത്തു. ഇവിടെ നമുക്ക് ഏജ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കിച്ചണിൻ്റെ അടുത്ത് തന്നെ ഒരു ബെഡ്റൂം അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടോ. വീട്ടിൽ അമ്മമാരോ ആരെങ്കിലും വയസ്സായവരുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണിത്. അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ അവർക്ക് പിടിച്ച് നടക്കാനുള്ള കമ്പി, അതുപോലെ ഇവിടെ നിന്ന് വീൽ ചെയറൊക്കെ ഉണ്ടെങ്കിൽ അത് കയറ്റാനുള്ള ഒരു വഴി, പാത്ത്, ഇവിടെ നിന്ന് നമുക്ക് പിടിച്ച് കയറാനുള്ളത്. ഈ ബെഡ്റൂമിലും ആ ഒരു വ്യൂ ഉണ്ട് കേട്ടോ, പാടത്തു നിന്നുള്ള വ്യൂ. അങ്ങനെ ഈ ഒരു ബെഡ്റൂമും നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് അറ്റാച്ച്ഡ് ആണ്. ആ അറ്റാച്ച് ആയിട്ടുള്ള ബാത്റൂമിനകത്തും ആ ഒരു പിടിച്ചിരിക്കാനും എല്ലാത്തിനുള്ള ആ കമ്പി അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും ജോൺസൻ്റെ ആണ്, നിങ്ങൾക്ക് നോക്കി അറിയാം. അല്ലാതെ പറഞ്ഞ് ഇവിടെ കണ്ടില്ലേ, അത് പിടിച്ച് നിൽക്കാനുള്ള ഒരു കമ്പിയും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള ബെഡ്റൂം. പിന്നെ നമ്മൾ കിച്ചണിലാണ് കൂടുതലും വീട്ടിലുള്ളവരുണ്ട്. അപ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു വാഷ്റൂം. ഡൈനിങ് സ്പേസിനാണല്ലോ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഇവിടെയാണ് കിച്ചൺ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ വർക്ക് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് അമ്മയോ അച്ഛനോ ആരോ വയ്യാതിരിക്കുന്ന വെച്ചാൽ അവരെയും കെയർ ചെയ്യാൻ സാധിക്കും. ആ രീതിയിലാണ് വീട് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ കിച്ചണിലെ കബോർഡുകളും കാര്യങ്ങളും എല്ലാം ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് വരുന്നുണ്ട്. അവിടെയാണ് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കബോർഡിൻ്റെ സ്പേസും കാണാം. ആ വ്യൂ നമുക്ക് വർക്ക് ഏരിയയിൽ നിന്ന് കിട്ടുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു സിറ്റ് ഔട്ട് പോലെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. നല്ല കിച്ചണിലൊക്കെ ടെൻഷൻ അടിച്ചിരിക്കാനും ഒന്ന് വെളിയിൽ വന്ന് കാറ്റുകൊണ്ടിരിക്കാനും ഒരു കട്ടൻ കാപ്പിയൊക്കെ എടുത്തിട്ട് വന്ന് ഇരിക്കാനും പറ്റിയ നല്ല അടിപൊളി വ്യൂ ഉള്ള സ്പേസ്, നല്ല മനോഹരമായിട്ടുള്ള സ്പേസ്. ഓക്കെ, ഇവിടെ നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് പോകാൻ പറ്റും കേട്ടോ. ഈ വഴി സ്റ്റെയർ കയറിയാൽ നമുക്ക് നേരെ ഏറ്റവും ടോപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റും അല്ലേ. എന്നാ വ്യൂ ആ. ഇതിൻ്റെ താഴെ ഇവിടെയൊക്കെ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്യാനുള്ള കുറച്ച് പണികളാണ് പറഞ്ഞു കേട്ടോ. ബാലൻസ് ഉണ്ട് പറഞ്ഞ് അവിടെ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ ഇവിടെ ഇത് വെച്ചിരിക്കുന്ന താഴെ ഒരു വീട് കൂടി ഉണ്ട്, അതും നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിനെ മേലെ കയറി കഴിഞ്ഞാൽ മേലെ നമുക്ക് വേണമെങ്കിൽ ഒരു വീട് എന്നുള്ള സ്പേസ് തന്നെ വയ്ക്കാം. കാരണം ഫ്രണ്ടിൽ നിന്ന് അവർക്ക് കയറാനുള്ള വീതിയുള്ള വലിയ സ്റ്റെയർ അവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല വ്യൂ ഉണ്ടോ, മനോഹരമായിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ്. അത് ഈവനിങ് അവിടെ നിൽക്കുമ്പോഴാണ് ആ കാറ്റൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ സുഖം അറിയാം കേട്ടോ. ഈ ടോപ്പിലുള്ള ഈ ഒരു ഏരിയനെ നമുക്ക് വേണമെങ്കിൽ ഒരു വീടായിട്ട് കൺവേർട്ട്. കാരണം ഇവിടെ ആൾറെഡി 2 ബെഡ്റൂം ഉണ്ട് കേട്ടോ. 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള 2 ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു സ്ഥലം അല്ലേ. ഈവനിങ് ഒക്കെ ഇരുന്ന് നല്ല കട്ടൻ ചായയും ഒരു കടിയൊക്കെ എടുത്ത് കഴിക്കാൻ പറ്റിയ സൂപ്പറായിട്ടുള്ള പ്ലേസ്. ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് മുട്ടിക്കുളങ്ങര ജംഗ്ഷൻ്റെ അവിടെ നമ്മൾ 1 കിലോമീറ്റർ പറഞ്ഞു. അതുപോലെ തന്നെ ഒലോക്കോട് ജംഗ്ഷൻ്റെ അവിടെ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് വരുന്നുണ്ട്. KSRTC അവിടെ നിന്ന് ഒരു 9. അതുപോലെ നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ അവിടെ നിന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു 13 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് വന്നു പോകാൻ എല്ലാ വെഹിക്കിളും ഇവിടേക്ക് എത്തും, കുഴപ്പമൊന്നുമില്ല. ബസ് റൂട്ടിൽ നമുക്ക് ഒരു 50 മീറ്റർ ഡിസ്റ്റൻസ് ഒക്കെ ഉള്ളൂ ഇങ്ങോട്ടേക്ക് എത്താനായിട്ട്. ഈ ഒരു വ്യൂ ആണ് ഈ വീടിൻ്റെ അട്രാക്ഷൻ തന്നെ. അതുപോലെ തന്നെ വീട് അവർ കെട്ടിക്കുന്ന എല്ലാം നല്ല ഹൈറ്റിലാണ്, അതിൻ്റെ ഒരു അട്രാക്ഷൻ വേറെ ആയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ബെഡ്റൂം കാണാം കേട്ടോ. ഇത് അറ്റാച്ച്ഡ് ആണ്. 2 ബെഡ്റൂം മേലെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും. പിന്നെ എല്ലാം ഇവിടെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഹാളായിട്ടും കിച്ചണായിട്ടൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ മേലെ ഒരു വീടായിട്ട് തന്നെ നമുക്കത് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. ഇതൊരു ബെഡ്റൂമാണ്, ഇതും അറ്റാച്ച്ഡ് ആണ്. നമുക്കൊരു PG ആയിട്ടോ ഇല്ലെങ്കിൽ ഒരു ഗസ്റ്റ് ഹൗസ് ആയിട്ടോ അല്ലെങ്കിൽ പറയില്ലേ നമുക്കൊരു റിസോർട്ടായിട്ടോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാനും പറ്റുന്നൊരു പ്രോപ്പർട്ടി തന്നെയാണ്. ഏത് രീതിയിൽ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാം. നമുക്ക് സ്വന്തമായിട്ടൊരു വീട് ഇല്ല, 2 ഫാമിലി ഉണ്ട്, താഴെ മേലായിട്ട് ഉപയോഗിക്കാം. ഏത് രീതിയിലും ഇപ്പോൾ റെൻ്റ് ഔട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, എന്തിനും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയ നമുക്ക് കൺവേർട്ട് ചെയ്ത് 2ാമത്തെ ബെഡ്റൂം ഏറ്റവും ടോപ്പ് ഫ്ലോറിലുള്ളതാണ്. ഇതും അറ്റാച്ച്ഡ് ആണ്. എല്ലാ ബെഡ്റൂമിലും കബോർഡുകൾ ആൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ല സ്പേസ്. ഏതോ 2 AC അവർ കൊണ്ടുപോകും, ബാക്കിയെല്ലാം ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് ഐറ്റം സെമി ഫർണിഷ്ഡ് ആയിട്ട് കൊടുക്കുക. ഏതൊക്കെ ഐറ്റം എന്നുള്ളത് നേരിട്ട് ഇരുന്നിട്ട് നമുക്ക് അറിയാൻ പറ്റും. അവരെന്തൊക്കെ കൊണ്ടുപോകും, ഇതെന്ന് ബാലൻസ് ഇവിടെ വെച്ചിട്ട് പോകണം എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഫിക്സ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും എടുക്കത്തില്ല, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവരെടുക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമുക്ക് നേരിട്ട് ഓണറായിട്ടിരിക്കുമ്പോൾ സംസാരിക്കാൻ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ സാധനങ്ങൾ അവർ കൊണ്ടുപോകും ഇല്ല എന്നുള്ളതൊക്കെ ഉള്ളത്. നല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇടുന്നുണ്ട്. ഗസ്റ്റുകൾക്ക് വന്ന് താമസിക്കാനായിട്ട് ഇത് വീടായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ മേലത്തെ വ്യൂ അങ്ങനെ സെറ്റാക്കി എടുക്കാൻ സാധിക്കും കേട്ടോ. കാണില്ലേ എന്നാ വ്യൂ ആ, അടിപൊളിയല്ലേ.
പക്ഷെ അത് വർഷം മൊത്തത്തിൽ 3 പ്രാവശ്യം കൃഷി ഇറക്കണമുണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കുന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ്. പിന്നെ നമുക്കിവിടെ കിണറ്റിൻ്റെ വെള്ളം എടുക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കാർ പോർച്ചിൽ നിന്ന് താഴെ നേരെ ഇറങ്ങണം. ഇതൊക്കെ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനെക്കാട്ടി സൂപ്പറായിട്ട് ഇരിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടില്ല. ഈ ഒരു ഏരിയ അതായത് നമ്മളെ കിണർ കാണുന്നു. നമ്മൾ ഇതിൻ്റെ തൊട്ട് മേലെയുള്ള ഭാഗമാണ് നമ്മൾ കണ്ടു. 2 പോർഷൻ കണ്ടു. ഫസ്റ്റ് ഫ്ലോറും കണ്ടു, അതിന് മേലുള്ളൂ. അപ്പോൾ താഴെ അണ്ടർഗ്രൗണ്ട് ലെവലിൽ നമുക്ക് പറയാം. പക്ഷേ ഈ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്. ഈ ഒരു ഏരിയ നോക്കുമ്പോൾ 2 ബെഡ്റൂമോട് വീട്ടിലുള്ള ഒരു വീട് ഇവിടെയുണ്ട് കേട്ടോ, താഴത്തെ പോർഷനിൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഫുൾ വീഡിയോ കഴിയുമ്പോഴത്തേന് അത്യാവശ്യം സമയമാകുമെന്ന് പറഞ്ഞതാണ്. ഇങ്ങനൊരു വ്യൂ 3 ഇപ്പം മേലത്തെ നിലയിൽ നമ്മൾ വീട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്കും ഈ വ്യൂ ഉണ്ട്. ഫസ്റ്റ് ഫ്ലോറിലുള്ളവർക്കുണ്ട്. ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ താഴെ കിടക്കുന്നവർക്കും ആ വ്യൂ നമുക്കിവിടെ കിട്ടുന്നുണ്ടാവും. ഇതാണല്ലേ. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഏരിയ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ മരങ്ങൾ വെക്കുകയോ ഗാർഡനിങ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ഈ ഫ്രണ്ടേജ് ചെയ്യാം. ഇനി ഇവിടെ വേറൊരു വീടായിട്ട് അവർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വഴിക്ക് ഇൻ്റർലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വണ്ടികളും നമുക്ക് താഴെ വരെ കൊണ്ടുവന്നിട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് ബാൽക്കണി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇവിടെ ഇവർക്ക് തുണി ഉണക്കാനാണ് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഷെഡാണ് കേട്ടോ ഇത് വെച്ചിട്ടാണ് ഈ ഒരു പോർഷൻ. പിന്നെ ഇവിടെ വേസ്റ്റുകളൊക്കെ കത്തിക്കാനായിട്ട്, പേപ്പറും കാര്യങ്ങളും കത്തിക്കാനായിട്ടൊരു അടുപ്പ് പോലത്തെ സാധനം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ പാടത്തിൻ്റെ ആ വ്യൂ താഴത്ത് നമുക്ക് കാണാം. ഇവിടെ ചെറിയൊരു കനാൽ ഇതിൻ്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ, പാടത്തിൻ്റെ സൈഡിൽ കൂടെ. അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ഒഴുക്കും ആ ഒരു കാറ്റും എല്ലാം നമുക്കിവിടെ മേലേക്ക് കിട്ടുന്നുണ്ടാവും. അല്ലേ, ഈ മതിൽ കെട്ടിയതിൻ്റെ തൊട്ടപ്പുറത്തുള്ള 5 സെൻറ്റും കൂടിയാണ് നമ്മളിതിൽ കൊടുക്കാണ്ട് പോകുന്നത്. അങ്ങനെ 5 സെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഈ വീട്ടിൻ്റെ മുമ്പത്തുള്ള 4 മീറ്റർ വഴിയും ഈ 5 സെൻറ്റ് നമുക്ക് അപ്പം അത്രയും കൂടി സ്ഥലം കൂടി നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ മേലെ കയറി അവിടെ ഒരു ഫ്രണ്ടിലൊരു വലിയ സ്റ്റെയർ കാണില്ലേ, അവിടെ നമുക്ക് ഡയറക്റ്റ് അതിലൂടെ കയറുകയാണെങ്കിൽ നേരെ മേലേക്ക് പോകാൻ പറ്റും കേട്ടോ. ടോപ്പ് ലെവലിലേക്ക് അവിടെ നിന്ന് വെളിയിൽ നിന്ന് തന്നെ പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് താഴത്തുള്ള ഈ വീടും കൂടി നോക്കാം അല്ലേ. ഇവിടെ ഷീറ്റൊക്കെ ഇട്ടിട്ട് ഫ്രണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ ഒരു ലിവിങ് ഏരിയ സ്പേസിലേക്ക് കയറുന്നത്. ഈ ഡോർ തുറന്നാൽ ഇവിടെയും സ്റ്റീൽ ഡോറാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ നേരെ കയറുന്നത് ഒരു ലിവിങ് ഏരിയ സ്പേസാണ്. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു റൂം തന്നെയാണ്. പിന്നെ ഇവിടെ നമ്മൾ നേരെ ലെഫ്റ്റിലേക്ക് കയറുകയാണെങ്കിൽ ഡൈനിങ് വിത്ത് കിച്ചൺ ആയിട്ടുള്ള ഒരു ഏരിയ. ഈ ഒരു പോർഷൻ ഡൈനിങ് ആയിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഇവിടെ കിച്ചൺ ആയിട്ടുള്ള അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള അതേ റൂമിൻ്റെ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. കബോർഡ് വർക്കും ഇവിടെ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം സ്പേസ് ഉണ്ട് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പാകത്തിനായിട്ട്. ഒന്നുമില്ല, നല്ല വ്യൂ ആണ് അങ്ങോട്ടേക്ക്. ഈ ഭാഗത്തേക്കാണ് കിഴക്ക് വരിക. ജനൽ പാടത്തിൻ്റെ ഭാഗം നോർത്താണ് കേട്ടോ. അപ്പം തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടെയാണ് കിണറുള്ളത്. ഇതൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. ഇവിടെ നമുക്ക് നേരെ ഈ കിച്ചൺ, നമുക്ക് ഹാള് കണ്ടു. നേരെ ഈ ഹാളിലേക്ക് തന്നെ കയറേണ്ടി ഈ ലിവിങ് ഏരിയ സ്പേസിൽ. പിന്നെ നമ്മൾ അടുത്തൊരു ബെഡ്റൂമിലേക്ക് പോകാം കേട്ടോ. ഈ ബെഡ്റൂമിൽ ചെറിയൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇതും അറ്റാച്ച്ഡ് ആണ്. ഇവിടെ നിന്നും ആ വ്യൂ ഉണ്ടാവും. ഈ ബെഡ്റൂമിൽ നിന്ന് ജനൽ തുറന്ന നേരെ ആ വ്യൂ ആയിരിക്കും. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. എല്ലാ വാഷ്റൂമിനകത്തും ഗീസർ ഫിറ്റഡ് ആണ്. ജോൺസന്റെ സാധനങ്ങളാണ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ബെസ്റ്റ് ഇതാണ്. ഇവിടെ നിന്ന് അടുത്തൊരു ബെഡ്റൂമാണ്. ഇതിലും കബോർഡ് ഫിറ്റിങ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് അടുത്തൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമും കാണാം കേട്ടോ, ഈ ബെഡ്റൂം. അപ്പോൾ 2 ബെഡ്റൂമുണ്ട്, 2ഉം അറ്റാച്ച്ഡ് ആണ്. താഴെ നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യുക, എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഗസ്റ്റ് റൂമായിട്ട് നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഗസ്റ്റ് ഹൗസൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന, അതിന് വേണ്ടി നമുക്ക് കണക്ട് ചെയ്യാം. PG ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അങ്ങനെ യൂസ് ചെയ്യാം. കാരണം ഹൈവേ എന്നൊക്കെ 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. എല്ലാ വണ്ടികളും ഇങ്ങോട്ട് വരികയും ചെയ്യും. അപ്പോൾ എന്തിനും കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ്. ഈ ബെഡ്റൂമിൻ്റെ വെളിയിലോട്ട് ഓപ്പൺ ചെയ്യുന്ന അതേ വ്യൂ ആണ് കേട്ടോ. സോ ഈ പ്രോപ്പർട്ടിക്ക് 15 സെൻറ്റ് സ്ഥലം, 3347 സ്ക്വയർ ഫീറ്റ് വീട്, 3 വീട് പോലെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് 1,25,00,000 രൂപയാണ്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ളവർ ഇതിൽ കുറച്ച് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് റെൻറ്റിന് കൊടുക്കാനോ അല്ലെങ്കിൽ വിൽക്കാനോ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുക. നമ്മളത് വീഡിയോ എടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളാണ് നമ്മുടെ സപ്പോർട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് ലവ് യു.